ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. കുഞ്ഞാറ്റ, ഏറ്റവും പ്രശസ്ത യൂട്യൂബറായിട്ടുള്ള കുഞ്ഞാറ്റ, മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിൻ്റെ കുഞ്ഞാറ്റയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുഞ്ഞാറ്റയുടെ ഒരു ലൈഫ് ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ അപക്വമായിട്ടുള്ള പ്രായത്തിൽ അപക്വമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ പിന്നാലെ പോവുകയും പഠിച്ചിരുന്ന പ്രൊഫഷണൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വിവാഹിതയാവുന്നു. വീട്ടുകാർ മനസ്സോടെ വിവാഹം നടത്തി കൊടുക്കുന്നു. പിന്നെ കുഞ്ഞാറ്റയുടെ ഒരു ലൈഫ് കെട്ടിപ്പടുക്കാനുള്ള ഒരു പരാക്രമം. തുടക്കത്തിൽ വളരെ സന്തോഷപൂർണ്ണമായിട്ട് എല്ലാ വിവാഹ ജീവിതം പോലെ അതും സ്മൂത്തായിരുന്നു. കാരണം അവരുടെ സോഷ്യൽ മീഡിയ വരുമാനം, പ്രൊമോഷൻസിൻ്റെ വരുമാനം ഒക്കെ അവർക്ക് രണ്ടുപേർക്ക് ജീവിക്കാനുള്ള വക ശരിക്കും ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിൻ്റെ കൂടെ പോഷായിട്ടുള്ള ഒരു കാറ് വാങ്ങുന്നു, കാറിൻ്റെ അടവുണ്ടായിരിക്കാം. എന്നാലും അവർ നല്ല സന്തോഷമായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു കപ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞ് വരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. കുഞ്ഞായപ്പോഴും അവർ ഭർത്താവിൻ്റെ വീട്ടിലോ സ്വന്തം വീട്ടിലോ നിൽക്കുന്നില്ല. അവർ വേറെ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. ഈ വാടക വീട്ടിൽ കൊടുക്കാനുള്ള വാടക, കുഞ്ഞിൻ്റെ ചിലവ്, അവരുടെ ചിലവ്, പതുക്കെ ജീവിതം അത്ര സ്മൂത്ത് അല്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആ വീടിൻ്റെ ഏക ബ്രെഡ് വിന്നറായിട്ട് മാറുന്നൊരു കാഴ്ചയുണ്ട്. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അയാൾ പറയത്തക്ക ജോലിക്ക് പോകുന്നില്ല. എന്നാൽ മോറൽ സപ്പോർട്ട് ഉണ്ടോ? അതുമില്ല. പല രീതിയിലുമുള്ള ചില സമയത്ത് അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, പഠിപ്പ് നിർത്തിയതിൻ്റെ ആകുലതകൾ, ഇതൊക്കെ അവർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ചില വീഡിയോകളിലൊക്കെ അവർ നിരന്തരം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അവരുടെ ശരീരം നമ്മൾ കാണുമ്പോൾ വളരെ മോശമായിട്ടുള്ള ആരോഗ്യാവസ്ഥയിലെത്തുന്നു. പലതരം ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ആ ജീവിതം മുന്നോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ ഒരു ഭർത്താവിനെ വേണ്ട രീതിയിൽ ചേർത്ത് പിടിക്കുന്നു. അത് പറയാതെ വയ്യ. പറയത്തക്ക വരുമാനമില്ലാത്ത ഒരു ഹസ്ബൻഡിനെ അവരെ ആ ഒരു ജീവിതയാത്രയിൽ താൻ സ്നേഹിച്ച് വീട്ടുകാരെ ഒറ്റപ്പെടുത്തി സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അയാളെ സർവാത്മന അവർ ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതം പലപ്പോഴും പല സ്ത്രീകൾക്കും അവർ വിചാരിക്കുന്ന പോലെ അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ശരിയാവാതെ വരുമ്പോൾ പല അസ്വസ്ഥതകളും അവരുടെ ജീവിതത്തിൽ തലവെക്കും. അതുപോലെ തന്നെ ഇവിടെയും ഭർത്താവിൻ്റെ ആ ഒരു നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം, അപക്വമായിട്ടുള്ള പെരുമാറ്റം, ഒരു ഭാര്യയ്ക്ക് വേണ്ട കെയറിങ്, സ്നേഹം, മോറൽ സപ്പോർട്ട്, ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്ന ഒരവസരത്തിൽ പോലും ഭർത്താവിനെ പറ്റിയിട്ട് ഒരു വാക്ക് കുറ്റം പറഞ്ഞ ഒരു വീഡിയോയിലും വന്നിട്ടില്ല. അവരുടെ സങ്കടം മുഴുവനും അവർ നമ്മളുമായിട്ട് സംവദിച്ചിട്ടാണ് തീർത്തിട്ടുള്ളത്. പിന്നെ അവരുടെ കുഞ്ഞ് അവരുടെ വലിയൊരു ആശ്വാസമായിരുന്നു. അതിൻ്റെ ഇടയിലും അവർ ഭർത്താവിനോടുള്ള ആ സ്നേഹം ഇടയ്ക്ക് നമ്മളോട് പുതുക്കിക്കൊണ്ടിരുന്നു. ഒരു 23-24 വയസ്സായ ഒരു പെൺകുട്ടി കല്യാണത്തിൻ്റെ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞാവുന്നു, പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഭർത്താവ് ഇതിലൊന്നും പാർട്ട്ണർഷിപ്പ് ചെയ്യാതെ വരുമ്പോൾ പതുക്കെ അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് ഓൾറെഡി അവർക്ക് വല്ലാത്ത മുഷിച്ചിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനിയാണ് കുഞ്ഞാറ്റയുടെ ലൈഫിലെ ചില സ്ട്രഗിൾ തുടങ്ങുന്നത്. കുഞ്ഞാറ്റ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയാണ്. ഈ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഭർത്താവ് ഈ പറഞ്ഞ പോലെ നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന പോലെ ആക്റ്റീവേ അല്ല. ഒരു രീതിയിലും ഭാര്യയെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവാം, നീ ഈ സമയത്ത് ഈ രണ്ടാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ജോലി ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്നൊന്നും പറയാനായിട്ട് ഭർത്താവോ സ്വന്തം വീട്ടുകാരോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഇല്ലാതെ ആ വാടക വീടിൻ്റെ അപരിചിതമായിട്ടുള്ള ചുറ്റുപാടിൽ ഒരു ടൈലറിങ് മെഷീൻ്റെ മുമ്പിലിരുന്ന് തയ്ച്ചും കരഞ്ഞും ആ കുട്ടിയെ അനുഭവിച്ച വേദനകൾ, ചില വീഡിയോകൾ അവരിപ്പോൾ ആ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്കിൽ പോലും അവരനുഭവിച്ച സ്ട്രഗിൾസ് ഈ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഈ ചെറിയ കൈക്കുഞ്ഞായിട്ടുള്ള കുഞ്ഞിനെ വെച്ചിട്ടും ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു ഹസ്ബൻഡ്, ഭർത്താവിൻ്റെ വീട്ടുകാർ, സ്വന്തം വീട്ടുകാർക്കാണെങ്കിൽ ഈർഷ്യ, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിപ്പോൾ അവർ ഒരു മിനിമൈസ് ചെയ്തു. എന്നാൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇങ്ങനെ തന്നെയുള്ള ജീവിതത്തിൽ ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവസാനം ആരോഗ്യം മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവരുടെ ആ ഒരു നാച്ചുറലായിട്ട് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറവോ എന്തോ അവർക്ക് രണ്ടാമത്തെ അബോർഷൻ സംഭവിക്കുന്നു. അതിലൂടെ ആ കുട്ടിയുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയുടെ പീക്കിലെത്തി എന്ന് പറയാം. രണ്ടാമത്തെ അബോർഷനോടുകൂടി ഇനി എന്തെന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ ദൃഢമായിട്ടുള്ളൊരു തീരുമാനം അപ്പോൾ എടുത്തിട്ടുണ്ടാവണം എന്നാണ്. വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുന്നു. വീട്ടുകാർ അവരോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു.
ഈ അബോർഷൻ കഴിയും അവരുടെ ഹസ്ബൻഡിന് വീണ്ടും ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റുന്നു, വായിലെ പല്ലും തൊണ്ണൊക്കെ വീർക്കുന്ന ഒരവസ്ഥ. അപ്പോഴും അവർ ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ ഭർത്താവിനെ പരിചരിക്കുന്നു, അയാളെ പഴയ രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കുഞ്ഞാറ്റ പെട്ടെന്ന് യൂറോപ്പിലേക്ക് പോവുകയാണ്. വിമാനത്താവളത്തിൽ അവരുടെ ഭർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു 6 months ബാക്ക്. ഇപ്പോൾ അവരൊരു പോസ്റ്റ് ഇട്ട് വന്നൊക്കെയാണ്, ഇന്നലെ ഞാൻ ഡിവോഴ്സായി. ശരിക്കും പറഞ്ഞാൽ 6 മാസം മുമ്പ് വരെ അവരെ യൂറോപ്പിലേക്ക് അയക്കുമ്പോൾ വരെ ഭർത്താവിനെ നമ്മൾ ആ വേദിയിൽ കണ്ടിട്ടുണ്ട്. ഈ 6 മാസം കൊണ്ട് അവരുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഒരു ഡിവോഴ്സിലേക്ക് ചിന്തിച്ചത്? അതുവരെ അവർ സഹിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരു 4 വർഷത്തെ ദാമ്പത്യം ഒരു 40 വർഷത്തെ നരകം സമ്മാനിച്ചതിന് തുല്യമാവുമ്പോൾ ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുന്ന പോലെ ഇനി ആ ടോക്സിക്കായിട്ടുള്ള ദാമ്പത്യം, ടോക്സിക്കായിട്ടുള്ള ഭർത്താവിൻ്റെ ബന്ധുക്കൾ, ഇങ്ങനെയുള്ള ആ ഒരു നിലത്തിൽ കിടന്ന് നമ്മൾ വഴിക്ക് പോയിട്ട് കാര്യമില്ല. ഇനി സ്വന്തം ജീവിതത്തിലേക്ക് വളരെ ഉൾക്കാഴ്ചയോടുകൂടി പ്രതീക്ഷയോടുകൂടി നീങ്ങുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ ആ ചെന്ന സമയത്ത് തന്നെ ഡിവോഴ്സിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യവും നീക്കിയിരിക്കണം. കാരണം ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ ഒരു 6 months കാലാവധി പറയുന്നുണ്ട്. അതല്ല ഒരു വൺ സൈഡ് ഡിവോഴ്സിൻ്റെ പെറ്റീഷനൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ കൂടും. അപ്പോൾ ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആവണം. രണ്ടുപേർക്കും ജീവിതത്തിൽ അവർക്കൊരു 4 വർഷം കൊണ്ട് തന്നെ മടുത്തു കഴിഞ്ഞു. ഇത് പുതിയ തലമുറ ആയതുകൊണ്ടാണ്, സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊന്നും ആരും പറയരുത്. കുഞ്ഞാറ്റ സഹിച്ച പോലെ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അത്രമാത്രം ടോക്സിക്കായിട്ടുള്ള ഒരു റിലേഷൻസിൻ്റെ എല്ലാ മോശം അവസ്ഥകളും അവർ കണ്ടു കഴിഞ്ഞു. ഒരു മകനുണ്ടായി, ആ മകൻ്റെ ആ ഒരൊറ്റ കാര്യം, ആ പ്രതീക്ഷയിലും ആ മകന് ഒരു അച്ഛൻ വേണമെന്നുള്ള ആവശ്യത്തിലും അവരെത്ര സഹിച്ചിട്ടും ആ ഭർത്താവിനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ സഹനത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട്, ഡിവോഴ്സ് എന്ന് പറയുന്നത് സൂയിസൈഡിൽ നിന്നുള്ള ഒരു രക്ഷയാണ്, അത് ജീവിതത്തിൻ്റെ അവസാനമല്ല. ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത് ടോക്സിക്കായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ വഴിയിൽ കളഞ്ഞ് വളരെ റിഫ്രഷായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ആ പഴയ കുഞ്ഞാറ്റയുടെ രൂപവും ഈ പുതിയ കുഞ്ഞാറ്റയുടെ രൂപവും വളരെ വ്യത്യസ്തമാണ്. അതുവരെ അവർ ജീവിച്ചതിൻ്റെ ആ ഒരു നരകം അവരുടെ ആ പഴയ രൂപത്തിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുമ്പോൾ സ്വതന്ത്രമായതിൻ്റെയും സ്വന്തം വളർച്ച എൻജോയ് ചെയ്ത് അവരിപ്പോൾ യൂറോപ്പിൽ പോകുന്നു. യൂറോപ്പിൽ അവരുടെ വർക്കിംഗ് വിസയല്ല, അവർ ഇപ്പോൾ വിദ്യാർത്ഥിയായിട്ടാണ് പോകണമെങ്കിലും അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അനുവാദമുണ്ട്. സോ അവർ വളരെ എൻജോയ് ചെയ്ത് ആ യൂറോപ്യൻ ജീവിതം ആസ്വദിക്കുന്നു. അവരുടെ ആ പഴയ സ്വപ്നം, അതായത് നഴ്സിംഗ് എന്നുള്ള ആ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവർ ചേരുന്നു. അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ ആ ഒറ്റയ്ക്കുള്ള ആ ലൈഫിൽ അവർ ഇത്ര നാളും സ്ട്രഗിൾ ചെയ്തത് എന്തിനാണെന്ന് പോലും അവർ ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടാവും. കാരണം ഒരു ടോക്സിക് റിലേഷനിൽ ചെന്ന് ചാടുമ്പോൾ പല പെൺകുട്ടികളും ആലോചിക്കാത്ത ഒരു കാര്യമാണ്, ഇതൊരു ടോക്സിക്കാണ്, ഇത് നമുക്ക് വിനയാവും എന്ന് ചിന്തിക്കാനാവുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞുൾപ്പെടെ ആവുകയും രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയും ആ രണ്ടാമത്തെ പ്രഗ്നൻസിയിലൊക്കെ അവർ ആ ടൈലറിങ് മെഷീൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു തീർത്ത ആ നാളുകൾ, ആ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കാണണം. അവർ ചെയ്യാത്ത ജോലികളില്ല, ബ്രൈഡൽ മേക്കപ്പ്, അതും 2-3 ബ്രൈഡ്സിനെ പലതരം യാത്രകളും, അതുകൂടാതെ വസ്ത്രങ്ങളുടെ ഓൺലൈൻ കച്ചവടം, അതിൻ്റെ പാഴ്സലുകളൊക്കെ ഡിസ്പാച്ച് ചെയ്യാനും കുറേ ഇപ്പോൾ ഓണത്തിൻ്റെ അവസരങ്ങൾ അങ്ങനെ സീസണലൊക്കെ ആയിട്ട് അവർ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ അനാരോഗ്യങ്ങളും ഈ പ്രഗ്നൻസിയും ഒക്കെ അവഗണിച്ച് അവർ ചെയ്യുന്ന ജോലികൾ, അതൊക്കെ എന്തിനായിരുന്നു? എന്തൊക്കെയായാലും ജീവിതം കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, എൻ്റെ കുഞ്ഞും ഭർത്താവും ഉൾപ്പെടെയുള്ള ആ ഒരു ലോകം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് അവൻ്റെ ഭാവിക്കോ യാതൊരു വക ഉപകാരമില്ല. ഒരു ഭർത്താവ് എന്നുള്ളൊരു ലേബൽ വെക്കാൻ മാത്രമായിട്ട് നമ്മളൊരു നരകക്കുഴിയിൽ കിടക്കേണ്ട കാര്യമില്ല. അവരാ സത്യം തിരിച്ചറിയുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഒരു 26-ാമത്തെ വയസ്സോ 25-ാമത്തെ വയസ്സിലോ അവർ ഡിവോഴ്സ് ചെയ്യാവുന്നു. ഈ ഒരു 4 വർഷത്തെ ദാമ്പത്യം അവർക്ക് എന്താണ് നൽകിയത്? തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം പോലും നൽകിയിട്ടുണ്ടാവില്ല. അത് മുഴുവൻ ഒരു നരകമായിട്ട് അവർ തീർക്കുകയും അതിൻ്റെ ഭാഗഭാക്കായി അവരെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ഭാഗത്തുനിന്ന് വളരെ നിരുത്തരവാദിത്വപരവും നിർവികാരവും ഒട്ടും ഇതൊരു ഭാര്യ, ഇതെൻ്റെ പാർട്ട്, അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യണം, അവൾക്ക് ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഈ സ്ട്രെസ്സ് കൊടുക്കരുത് എന്ന് പോലും ചിന്തിക്കാൻ അപ്പുറത്തെ ഭാഗത്തുനിന്ന് അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ കുഞ്ഞായിരിക്കെ, എനിക്ക് തോന്നുന്നു മൂത്ത കുഞ്ഞ് സ്കൂളിൽ പോലും പോയി തുടങ്ങിയിട്ടില്ല.
ആ ഒരു പ്രായത്തിൻ്റെ അപക്വമായിട്ടുള്ള ചപലത കാരണം ഒരു റിലേഷനിൽ വന്നു. ആ റിലേഷൻ കൂടുതൽ വിഷമയമായി. അവരുടെ ജീവിതത്തിലെ അനാരോഗ്യം അവരുടെ അത്രമാത്രം അവരെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു, സ്ട്രെസ് ചെയ്യിപ്പിച്ചു, സങ്കടപ്പെടുത്തി. കരഞ്ഞ് 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 അവരില്ലാതെ ആവുന്നതിന് മുമ്പേ അവർ ആ ടോക്സിക് റിലേഷനിൽ നിന്ന് പുറത്തു ചാടി യൂറോപ്പിൽ പോകുന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നു. അവരുടെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കരുതുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.